വാസ്കോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ബട്ടർ ഗാർലിക് എഗ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 6 മുട്ടയാണ് എടുക്കുന്നത്. എല്ലാ മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. അത് ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മളത് നന്നായി അടിച്ചെടുത്ത ശേഷം അതൊന്ന് കൊത്തിപ്പൊരിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബട്ടറിലാണ് നമ്മൾ മുട്ട കൊത്തിപ്പൊരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമ്മൾ മുട്ട ആദ്യം ചിക്കിപ്പരത്തി എടുക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ബട്ടർ ഗാർലിക് സോസ് ഉണ്ടാക്കാൻ നമ്മൾ ചൂടായ പാനിലേക്ക് ഒരു ബട്ടർ മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി, ഏകദേശം ഒരു 8-10 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെപ്പറും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടെ നമ്മൾ പാലാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ പാല് ചേർക്കുകയാണ്. പാല് ചേർത്ത് പാൽ ഏകദേശം ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊത്തി പൊരിച്ചെടുത്തിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കുക. പാലിൽ കിടന്ന് നമ്മുടെ മുട്ടയിലേക്ക് ഇതിൻ്റെ എല്ലാ മസാലകളൊന്ന് പിടിക്കത്തക്ക രീതിയിലേക്ക് ഒരു 2 മിനിറ്റ് സമയം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം. കുറച്ച് മല്ലിയില ചേർത്തുകൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ രുചിയിലുള്ള നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്സ് റെഡി ആയിട്ടുണ്ട്. അവരൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വാസ്കോ വ്ളോഗ്സ്.